നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ പാകിയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ഭരണ നയങ്ങളെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും ചരിത്രപരമായ വസ്തുതകളിൽ നിന്ന് അടർത്തി മാറ്റി നിരന്തരം അപമാനിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നൊരു രാഷ്ട്രീയ അജണ്ടയായി മാറിയിരിക്കുന്ന ഘട്ടമാണ്. എന്നാൽ നെഹ്റുവിനെ വിമർശിക്കുന്നതിന് മുൻപ് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ ശബ്ദങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തുകയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുകയും ചെയ്ത് നിങ്ങൾ ജനാധിപത്യ ഇന്ത്യയുടെ ആത്മാവിനെ കച്ചവടം ചെയ്തപ്പോൾ നെഹ്റു ഈ രാജ്യത്തെ സംരക്ഷിക്കുകയായിരുന്നു നിർഭയം. വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് സഹിഷ്ണുതയുടെയും ശാസ്ത്രീയ മനോഭാവത്തിന്റെയും അടിത്തറയിട്ട ആ മഹാരഥനെതിരെ വിരൽ ചൂണ്ടാൻ എന്ത് യോഗ്യതയാണുള്ളത്? നെഹ്റുവിന്റെ ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന AKജിയുടെ വാക്കുകൾക്ക് പോലും പാർലമെന്റിൽ അദ്ദേഹം നൽകിയ വില ഇന്നത്തെ ഭരണകൂടം ഒരു സാധാരണ പൗരന്റെ വിമർശനത്തിൽ പോലും നൽകുന്നില്ല. പ്രതിപക്ഷത്തെ കേട്ടതും സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയതും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര സ്ഥാനം നേടിക്കൊടുത്തതും നെഹ്റുവാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാഴ്ചപ്പാടിന്റെ തണലിലാണ് ഇന്നും നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ വിറ്റുതുലയ്ക്കുന്ന നിങ്ങൾ രാജ്യത്തിന്റെ രക്ഷാകവചമായിരുന്ന നെഹ്റുവിനെ വിമർശിക്കുന്നത് ചരിത്രത്തോടുള്ള കൊഞ്ഞലം കുത്തലാണ് എന്നാണ് പറയാനുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശില്പികളിൽ പ്രധാനിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെതിരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾ ചരിത്രത്തെ മനഃപൂർവ്വം വിസ്മരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ്. നെഹ്റുവിന്റെ ഭരണ നയങ്ങളെയും രാഷ്ട്രീയ സമീപനങ്ങളെയും വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസത്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉന്നതമായ കാഴ്ചപ്പാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നെഹ്റുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ വിമർശകർക്ക് സൗകര്യപൂർവ്വം മറക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പ്രതിപക്ഷ ശബ്ദങ്ങളെ അദ്ദേഹം എത്രത്തോളം മാനിച്ചിരുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ്. പ്രതിപക്ഷത്തെ ആദരിച്ച പ്രധാനമന്ത്രിയാണ്. നെഹ്റുവിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇത് തന്നെ. പ്രതിപക്ഷത്തെ അദ്ദേഹം ഇന്ത്യയുടെ കണ്ണും കാതുമായിട്ടാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. പാർലമെന്റിൽ തന്റെ സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നതിനേക്കാൾ ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ പ്രതിപക്ഷം സംസാരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും പ്രതിപക്ഷ നിരയിലെ പ്രമുഖനുമായിരുന്ന AK ഗോപാലൻ അല്ലെങ്കിൽ AKജി എന്നറിയപ്പെടുന്ന അദ്ദേഹം നെഹ്റു എത്രമാത്രം ആദരിച്ചു എന്നതിന് ചരിത്രത്തിൽ നിരവധി തെളിവുകളുണ്ട്. കോൺഗ്രസ് MPമാരോട് AKജിയുമായി കൂടുതൽ സംസാരിക്കാനും അദ്ദേഹത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നെഹ്റു തന്നെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിന് പ്രതിപക്ഷത്തോടുള്ള ബഹുമാനത്തിന്റെ സൂചനയാണ്. ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ നെഹ്റുവിന് കഴിയുമായിരുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ പോലും അദ്ദേഹം ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യ ഘടകമായിട്ടാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും അതിനെ നേരിടാനുള്ള ശക്തി ഭരണകൂടത്തിന് ഉണ്ടാകണമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചു. ഈ വിശാലമായ കാഴ്ചപ്പാടാണ് നെഹ്റുവിനെ മറ്റ് ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തനാക്കുന്നത്. നെഹ്റു സ്വീകരിച്ച നയങ്ങളെ വിമർശിക്കുന്ന സംഘപരിവാർ ആധുനിക ഇന്ത്യയുടെ അടിത്തറ പാകിയ സ്ഥാപനങ്ങളെ സൗകര്യപൂർവ്വം മറക്കുകയാണ് എന്നത് ഇവിടെ എടുത്തു പറയണം. ഇന്ത്യയിലുള്ള IITs, IIMs, വലിയ അണക്കെട്ടുകൾ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ നൽകാൻ നെഹ്റു ശ്രമിച്ചിട്ടുണ്ട്. ആധുനിക ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ച ഈ സ്ഥാപനങ്ങളാണ് ഇന്നും ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിന് പിന്നിലെ ശക്തി പോലും. മാത്രവുമല്ല, പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയ നെഹ്റുവിന്റെ സാമ്പത്തിക നയം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് അതിന്റെ ആദ്യ ദശകങ്ങളിൽ ആവശ്യമായ സാമ്പത്തിക സുരക്ഷിതത്വമാണ് പ്രദാനം ചെയ്തത്. ശീതയുദ്ധകാലത്ത് ലോകശക്തികളുടെ ചേരികളിൽ ചേരാതെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു വിദേശ നയം രൂപപ്പെടുത്താനും ലോകവേദിയിൽ സ്വതന്ത്രമായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും നെഹ്റുവിന്റെ ഈ നയം സഹായകരമായി. അതിന്റെ പേര് ചേരിചേരാ നയമെന്നാണ്. ഈ നയങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാം. എങ്കിലും ഏതൊരു നയവും അതിന്റെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്ക് അനുസൃതമായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. 1950കളിൽ നെഹ്റു സ്വീകരിച്ച ഈ നയങ്ങളാണ് പിന്നീട് വന്ന എല്ലാ സർക്കാരുകൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി നൽകിയത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. നെഹ്റുവിനെ വിമർശിക്കാൻ അപ്പോൾ ആർക്കാണ് യോഗ്യത? നെഹ്റുവിനെതിരെ ചരിത്രവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വിമർശനങ്ങളെയും പ്രതിപക്ഷ ശബ്ദങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ വളർന്നവർക്ക്
പ്രതിപക്ഷത്തെ ആദരിച്ച നെഹ്റുവിനെ വിമർശിക്കാൻ എന്ത് ധാർമ്മിക യോഗ്യതയാണുള്ളത് എന്നാണ് ആ ചോദ്യം. അതിന് ഉത്തരം നൽകേണ്ടത് സംഘികളാണ്. അസഹിഷ്ണുതയുടെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർക്ക് സഹിഷ്ണുതയുടെയും ബഹുസ്വരതയുടെയും പേരിൽ ഇന്ത്യയെ കെട്ടിപ്പടുത്ത നെഹ്റുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷത്തിന്റെ ശബ്ദം മാത്രമല്ല എന്നും പ്രതിപക്ഷത്തിന്റെ മൗലികമായ പ്രാധാന്യം അംഗീകരിക്കലാണെന്നും നെഹ്റു ലോകത്തിനാണ് കാട്ടിക്കൊടുത്തത്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മര്യാദകളെക്കുറിച്ചും പ്രതിപക്ഷത്തെ അദ്ദേഹം കണ്ട രീതിയെക്കുറിച്ചുമുള്ള സത്യങ്ങൾ ഉറക്കെ പറയേണ്ടത് അത്യാവശ്യവും അനിവാര്യവുമാണ്. നെഹ്റുവിന്റെ പാരമ്പര്യം ഇന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാണ് എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്.